ബിറ്റ്സ് പിലാനി, ഗോവ, ഹൈദരാബാദ് ഈ 3 ക്യാമ്പസുകളിലേക്കുള്ള ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് ആപ്ലിക്കേഷൻ ഇൻവൈറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് എങ്ങനെ അപ്ലൈ ചെയ്യാമെന്നും അതിൻ്റെ ഡീറ്റെയിൽസ് എന്തൊക്കെയാണ് വേണ്ടതെന്നുള്ള കാര്യങ്ങളാണ് നമ്മൾ ഈ വീഡിയോയുടെ നോക്കാൻ പോകുന്നത്. ഈ സ്ക്രീനിൽ കാണുന്ന ഈ bitsadmission.com ഈ വെബ്സൈറ്റിലാണ് നമ്മൾ അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് ലോഗിൻ ചെയ്യേണ്ടത്. ഇതിനകത്ത് ഇത്രയും പ്രോഗ്രാമാണ് നടക്കുന്നത്. ഇതിൻ്റെ ടെസ്റ്റിനാണ് നമ്മൾ അപ്ലൈ ചെയ്യുന്നത്. ഇവിടെ ക്ലിക്ക് ചെയ്തുകൊണ്ട് സ്റ്റാർട്ട് ചെയ്യാം. ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ കംപ്ലീറ്റ് പ്രോസ്പെക്ടസ് PDF രൂപത്തിൽ ഡൗൺലോഡ് ചെയ്തെടുക്കാം. അത് ഡീറ്റെയിൽ ആയി നോക്കാം. അതിനകത്ത് സിലബസ് കാര്യങ്ങളെല്ലാം ഉണ്ട്. പിന്നെ 2 സെഷനായിട്ടായിരിക്കും എക്സാം നടക്കുക. 22 മുതൽ 26 വരെ, മെയ് 22 മുതൽ 26 വരെ ഫസ്റ്റ് സെഷൻ, 18 മുതൽ 22 ജൂൺ 18 മുതൽ 22 വരെ രണ്ടാമത്തെ സെഷൻ. ഇങ്ങനെ 2 സെഷനായിട്ടായിരിക്കും എക്സാം നടക്കുക. 2 എക്സാം വേണമെങ്കിലും നമുക്ക് അപ്ലൈ ചെയ്യാം. മെച്ചപ്പെട്ട സ്കോർ ഏതിനാണോ വന്നിട്ടുള്ളത് അതായിരിക്കും ആ ഒരു എക്സാം ആയിരിക്കും പരിഗണിക്കുക. ഇതിനു മുമ്പായി നമുക്ക് സെഷൻ 1-ൻ്റേത് മാത്രമോ അല്ലെങ്കിൽ 2-നും ഒരുമിച്ചോ നമുക്കിപ്പോൾ അപ്ലൈ ചെയ്തിടാം. കമ്പ്യൂട്ടർ ബേസ്ഡ് എക്സാം ആയിരിക്കും ഉണ്ടാവുക. അതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ പ്രോസ്പെക്ടസിൽ പറയുന്നുണ്ട്. സിലബസ് കാര്യങ്ങളെല്ലാം അത് മനസ്സിലാക്കുക. അടുത്തതായി പേയ്മെൻറ്റ് ഡീറ്റെയിൽ ആണ്. പേയ്മെൻറ്റ് ഡീറ്റെയിലിൽ ഫസ്റ്റ് സെഷൻ മാത്രമാണ് അറ്റൻഡ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ആൺകുട്ടികൾക്ക് 3,400, പെൺകുട്ടികൾക്ക് 2,900. അതേപോലെ 2 ഒരുമിച്ചാണ് അറ്റൻഡ് ചെയ്യുന്നുണ്ടെങ്കിൽ 5,400, ഗേൾസിന് 4,400. ദുബായ് സെൻറ്ററാണ് നമ്മൾ ഓപ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ഈ ഒരു രൂപത്തിലായിരിക്കും പേയ്മെൻറ്റ് ഉണ്ടാവുക. ഇതെല്ലാം ഓൺലൈനായിട്ടാണ് പേയ്മെൻറ്റ് ചെയ്യേണ്ടത്. ക്രെഡിറ്റ് കാർഡോ ഡെബിറ്റ് കാർഡോ നെറ്റ് ബാങ്കിങ്ങോ UPI അതായത് ഗൂഗിൾ പേ, ഫോൺ പേ ഏത് മെത്തേഡ് വേണമെങ്കിലും ഉപയോഗിച്ചിട്ട് പേയ്മെൻറ്റ് ചെയ്യാം. ഇനി നമുക്കത് എങ്ങനെ അപ്ലൈ ചെയ്യാമെന്ന് നോക്കാം. താഴെ കാണുന്ന ഈ ഇൻസ്ട്രക്ഷൻ എല്ലാം വായിച്ച് മനസ്സിലാക്കി താഴെ കാണുന്ന അപ്ലൈ ഓൺലൈൻ എന്നുള്ള ഈ ഒരു ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അടുത്ത പേജിലേക്ക് പോകും. അടുത്ത പേജിൽ നമുക്ക് അതിൻ്റെ സ്റ്റെപ്പ് കാണിക്കുന്നുണ്ട്. അതിൽ സ്റ്റെപ്പ് 1 ഫില്ലപ്പ് ഫോം ഫില്ല് ചെയ്യുക. ഫോം ഫില്ല് ചെയ്ത് കഴിഞ്ഞാൽ ഡോക്യുമെൻറ്റ് അപ്ലോഡ് ചെയ്യാനാണ്. ഡോക്യുമെൻ്റ് ആയിട്ടുള്ളത് ഫോട്ടോ, സിഗ്നേച്ചർ. പിന്നെ അടുത്ത സ്റ്റെപ്പ് ഫീ പേയ്മെൻറ്റ്. നമുക്ക് ഫോട്ടോയുടെ സൈസും കാര്യങ്ങളൊക്കെ ഇവിടെ പറയുന്നുണ്ട്. ഫോട്ടോ ആണെങ്കിൽ 50 to 100 KB ഇടയിൽ സൈസ് ആയിരിക്കണം. അതിൽ സിഗ്നേച്ചർ ആണെങ്കിൽ 10 KB to 50 KB. നമുക്ക് ഓൾറെഡി രജിസ്റ്റർ ചെയ്ത കാൻഡിഡേറ്റിന് ഇവിടെ കാൻഡിഡേറ്റ് ഇതിൽ ക്ലിക്ക് ചെയ്തിട്ട് യൂസർ നെയിം പാസ്വേഡും കൊടുത്തു കഴിഞ്ഞാൽ അവർക്ക് ലോഗിൻ ചെയ്യാം. അതിൽ നമ്മൾ പുതുതായിട്ട് രജിസ്റ്റർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ന്യൂ രജിസ്ട്രേഷൻ എന്നുള്ള ഈ ഒരു ബട്ടൺ ക്ലിക്ക് ചെയ്യാം. ഫസ്റ്റ് സ്റ്റെപ്പായ ഫോം ഫില്ലിങ്ങിൽ നമ്മൾ കറക്റ്റ് ഡീറ്റെയിൽസ്, നെയിം, സർനെയിം, മെയിൽ, ഫീമെയിൽ, ഡേറ്റ് ഓഫ് ബർത്ത്, നെയിമിൻ്റെ താഴെ തന്നെ കൊടുത്തിട്ടുണ്ട്. 12th മാർക്ക് ലിസ്റ്റിൽ എന്താണോ ഉള്ളത് അതാണ് കൊടുക്കേണ്ടത്. കറക്റ്റ് ആ ഒരു സർട്ടിഫിക്കറ്റ് നോക്കി തന്നെ എൻ്റർ ചെയ്യുക. ഡീറ്റെയിൽസ് എല്ലാം കറക്റ്റായിട്ട് കൊടുക്കുക. ഡേറ്റ് ഓഫ് ബർത്ത്, ഇമെയിൽ ID, കൺഫേം ഇമെയിൽ ID ഒരു പ്രാവശ്യം കൂടി എൻ്റർ ചെയ്ത് കൺഫേം ചെയ്യാം. മൊബൈൽ നമ്പർ എൻ്റർ ചെയ്ത് കൊടുക്കുക. അടുത്തായി പാസ്വേഡ് നമ്മൾ ഒരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാണ്. ആ ക്രിയേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് ചൂസ് ചെയ്യാം ഏതാ പാസ്വേഡ് എന്നുള്ളത്. നമുക്ക് അവർ ചൂസ് ചെയ്യുന്ന പാസ്വേഡിൽ 8 ക്യാരക്ടർ വേണം. ആൽഫാ ന്യൂമറിക് ക്യാരക്ടർ, അത് ഒരു നമ്പറും ബാക്കി ക്യാരക്ടറും. ഒരു നമ്പറല്ല, ഒരു നമ്പറെങ്കിലും അതിലുണ്ടായിരിക്കണം. അതേപോലെ ഒരു ക്യാരക്ടറും വേണം. കൺഫേം പാസ്വേഡ് ഒരു പ്രാവശ്യം കൂടി അതേ പാസ്വേഡ് എൻ്റർ ചെയ്യുക. പിന്നെ താഴെ കാണുന്ന ഈ ക്യാപ്ചർ ടൈപ്പ് ചെയ്യുക. പ്രൊസീഡ് കൊടുക്കുക. ഫോം ഒന്ന് ഫില്ല് ചെയ്യുക. ഓക്കെ, നമ്മൾ ആ ഒരു പോർഷൻ കംപ്ലീറ്റ് ചെയ്തു. ഇപ്പോൾ നമുക്കൊരു ആപ്ലിക്കേഷൻ നമ്പർ ജനറേറ്റ് ചെയ്തിട്ടുണ്ട്. പേര് ഇവിടെ വെബ്സൈറ്റിൽ കാണിക്കുന്നത്. അതേപോലെ ഫാദർ നെയിം, മദർ നെയിം, ഫാദർ മൊബൈൽ നമ്പർ, നാഷണാലിറ്റി, അഡ്രസ്സ്, സിറ്റി, പിൻകോഡ്, സ്റ്റേറ്റ്, ലാൻഡ് ഫോൺ നമ്പർ കമ്പൽസറി അല്ല. 12th എക്സാമിനേഷൻ ഡീറ്റെയിൽസ് ചോദിക്കുന്നുണ്ട്. ഇവിടെ നമ്മുടെ സ്കൂളിൻ്റെ പേര്, പിന്നെ ബോർഡ് ഏതാണ്, CBSE ആണെങ്കിൽ CBSE, കേരള ബോർഡ് ആണെങ്കിൽ കേരള ബോർഡ്, അതേപോലെ ഇയർ ഓഫ് പാസിങ്, അപ്പിയറിംഗ് ആണെങ്കിൽ ഏതാണെന്നുള്ള ഇയർ കൊടുക്കുക. അതേപോലെ പാർട്ട് 4 സബ്ജക്റ്റ് സെലക്ട് ചെയ്യാൻ പറയുന്നുണ്ട്. പാർട്ട് 4 സബ്ജക്റ്റ് മാത്തമാറ്റിക്സ്, ബയോളജി. ബയോളജിയാണ് നിങ്ങൾ ഓപ്റ്റ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ BPharm പ്രോഗ്രാം ആയിരിക്കും ഉണ്ടാകുക. മറ്റുള്ളതൊന്നും എലിജിബിൾ ആവില്ല. BPharm ആണ് നിങ്ങൾ നോക്കുന്നുണ്ടെങ്കിൽ ബയോളജി സെലക്ട് ചെയ്യുക, അല്ലെങ്കിൽ മാത്തമാറ്റിക്സ് കൊടുക്കുക. എന്നിട്ട് അടുത്തത് എക്സാമിൻ്റെ സെഷനാണ്. ഏത് എക്സാമാണ്, അതായത് 1ാമത്തെ സെഷൻ മാത്രമാണോ അതോ 2 കൂടി അറ്റൻഡ് ചെയ്യുന്നുണ്ടോ എന്നുള്ളതാണ് ചോദിക്കുന്നത്. ഇവിടെ തന്നെ നമുക്ക് ഫീസിൻ്റെ കാര്യങ്ങളും കാണാൻ സാധിക്കും. 1 സെലക്ട് ചെയ്യുമ്പോൾ ഈ മേലെയുള്ള ടേബിളും, 2ാമത് സെലക്ട് ചെയ്യുമ്പോൾ എത്രയാണ് നമ്മളെ ഫീസ് എന്നുള്ള അവിടെ കാണിച്ചു തരുന്നുണ്ട്. ഓക്കെ, നമുക്ക് 1 സെലക്ട് ചെയ്തിട്ട് മുന്നോട്ട് പോകാം. എക്സാമിനേഷൻ സെൻറ്റർ, അടുത്തത് എക്സാമിനേഷൻ സെൻറ്ററാണ്. എക്സാമിനേഷൻ സെൻറ്ററും സെലക്ട് ചെയ്യുക. നമുക്ക് ഫോം ഒന്ന് ഫില്ല് ചെയ്ത് തരാം.
എല്ലാം ഫില്ല് ചെയ്ത ശേഷം സബ്മിറ്റ് കൊടുക്കുക. സബ്മിറ്റ് ചെയ്യുമ്പോൾ ഒന്നുകൂടെ നമുക്ക് വായിച്ച് നോക്കാനുള്ള സമയം ഒന്നുകൂടെ തരുന്നുണ്ട്. എല്ലാം ഒന്നുകൂടെ വായിച്ച് നോക്കിയതിന് ശേഷം വീണ്ടും കൺഫേം ആൻഡ് സബ്മിറ്റ് ഡീറ്റെയിൽ കൊടുക്കുക. രണ്ടാമത്തെ സെഷനും കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ആദ്യത്തെ സെഷൻ മൊത്തം കംപ്ലീറ്റ് ചെയ്ത് ആപ്ലിക്കേഷൻ ഫോം ഫില്ല് ചെയ്യാനുള്ള ഒരു സെഷൻ കംപ്ലീറ്റ് ചെയ്തു. രണ്ടാമത്തെ സ്റ്റേജ് ഫോട്ടോയും സിഗ്നേച്ചറും അപ്ലോഡ് ചെയ്യാന്നുള്ളതാണ്. സിഗ്നേച്ചർ 50 KB to 200 KB, സിഗ്നേച്ചർ 10 KB to 50 KB. ഇതിൻ്റെ ഇടയിലുള്ള JPEG ഫോർമാറ്റിലുള്ള ഒരു ഇമേജാണ് നമ്മൾ അപ്ലോഡ് ചെയ്യേണ്ടത്. നമുക്ക് അപ്ലോഡ് ചെയ്യാം. ഫോട്ടോ അപ്ലോഡ് ചെയ്തതിന് ശേഷം സബ്മിറ്റ് കൊടുക്കുക. സബ്മിറ്റ് കൊടുത്തു കഴിഞ്ഞാൽ പേയ്മെൻറ്റ് അടക്കാനുള്ള സെഷനാണ്. പേയ്മെൻറ്റ് നമ്മുടെ ഡീറ്റെയിൽ കാണിക്കുന്നുണ്ട്. നമുക്ക് 3 ഗേറ്റ് വേ ഉള്ളത്: Humani, Paytm, ICICI. ഈ 3 ഗേറ്റ് വേയിലൂടെ നമുക്ക് പോകാം. ഈ ബാങ്ക് ആവണമെന്നില്ല. ഇവിടെ ക്ലിക്ക് ചെയ്യാൻ കൊടുത്തിട്ട് ഇത് ഗേറ്റ് വേ ആണ്, ഇത് പേയ്മെൻറ്റ് ഗേറ്റ് വേ ആണ്. ഏത് കാർഡാണ്, ഏത് ബാങ്കാണ് നിങ്ങൾ യൂസ് ചെയ്യുന്നതെന്നുണ്ടെങ്കിലും ഇതിലേത് ഗേറ്റ് വേ വേണമെങ്കിലും യൂസ് ചെയ്യാം. ഇത് ക്ലിക്ക് ചെയ്തുകൊണ്ട് നമുക്ക് പേയ്മെൻറ്റ് അടച്ച് ചെയ്യാം. ക്ലിക്ക് ചെയ്യാം. നമ്മൾ അഗ്രി കൊടുക്കുക. പേ നൗ എന്നുള്ള ക്ലിക്ക് ചെയ്യുക. ICICIയുടെ പേയ്മെൻറ്റ് ഗേറ്റ് വേ ആണെന്നുണ്ടെങ്കിൽ ഈ ഇത്തരത്തിലുള്ള ഒരു വിൻഡോ ആയിരിക്കും കാണിക്കുക. ഇത് നമുക്ക് മൊബൈലിൽ ഗൂഗിൾ പേ ഉപയോഗിച്ചിട്ട് സ്കാൻ ചെയ്തിട്ടോ അല്ലെങ്കിൽ ഗൂഗിൾ പേയുടെ തന്നെ അല്ലെങ്കിൽ മറ്റേതെങ്കിലും UPI ID ആണ് നിങ്ങൾക്കുള്ളതെന്നുണ്ടെങ്കിൽ ഇവിടെ ക്ലിക്ക് ചെയ്യുക. ഈ ഒരു പേയ്മെൻറ്റിൻ്റെ റിക്വസ്റ്റ് നിങ്ങളുടെ മൊബൈലിലേക്ക് വരും. അത് ആക്സെപ്റ്റ് ചെയ്യുന്നതോടുകൂടി ആ ഒരു എമൗണ്ട് പോകും. അതല്ല നെറ്റ് ബാങ്കിങ് ആണെങ്കിൽ ഇവിടെ ക്ലിക്ക് ചെയ്തിട്ട് ബാങ്ക് സെലക്ട് ചെയ്യുക, യൂസർ നെയിം പാസ്വേഡും കൊടുക്കുക, ലോഗിൻ ചെയ്യുക. അതല്ല ഡെബിറ്റ് ഓർ ക്രെഡിറ്റ് കാർഡ് ആണെങ്കിൽ ഇവിടെ കാർഡിൻ്റെ ഡീറ്റെയിൽ കൊടുക്കുക, വാലിഡിറ്റി കൊടുക്കുക, CVV കൊടുക്കുക, പേയ്മെൻറ്റ് പേ എന്നുള്ള ഈ ഒരു കൊടുക്കുമ്പോൾ തന്നെ നമുക്ക് മൊബൈലിലേക്ക് ഒരു OTP വരികയും പേയ്മെൻറ്റ് സക്സസ് ആവുകയും ചെയ്യും. ഈ പേയ്മെൻറ്റ് സക്സസ് ആവുന്നതോടുകൂടി നമുക്കൊരു കൺഫർമേഷൻ പേജ് നമുക്ക് അതിന് ഡൗൺലോഡ് ചെയ്തെടുക്കാൻ പറ്റും. അത് ഡൗൺലോഡ് ചെയ്ത് പ്രിൻ്റ് എടുത്ത് സൂക്ഷിക്കുക. എക്സാമിനേഷൻ ഡേറ്റ് ഇപ്പോൾ നമ്മൾ സെലക്ട് ചെയ്തിട്ടില്ല. അത് നമ്മൾ അവിടുന്ന് സൈറ്റിലൂടെ നമ്മളെ അറിയിക്കുകയാണ് ചെയ്യുക. അത് 26-ാം തീയതി ഏപ്രിൽ 26-ന് ആണ് അതിൻ്റെ ഒരു അനൗൺസ്മെൻറ്റ് ഉണ്ടാവുക എന്നുള്ളതാണ് ഈ പ്രോസ്പെക്ടസിൽ പറയുന്നത്. ഇതോടുകൂടി നമ്മുടെ BITSATൻ്റെ ആപ്ലിക്കേഷൻ നമ്മൾ കംപ്ലീറ്റ് ചെയ്തു. താങ്ക് യു.